ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. എൻ്റെ പുറകിലുള്ള ബോർഡിൽ നിങ്ങൾക്കൊരു ഡ്രോയിങ് കാണാൻ സാധിക്കും. അത് ഡ്രം ടൈപ്പ് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ആണ്. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ബ്രേക്ക് സിസ്റ്റം അല്ലേ, ഒരു വാഹനത്തിൽ ബ്രേക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്ക് സിസ്റ്റം. ഒരു വാഹനത്തിന് നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ, നിശ്ചിത ഡിസ്റ്റൻസിനുള്ളിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനുമൊക്കെ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നു. വാഹനങ്ങളിൽ പലതരം ബ്രേക്ക് സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ചിലതാണ് എയർ ബ്രേക്ക് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം, മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം എന്നിങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെ സിസ്റ്റങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരറിവ് ആദ്യം നമുക്കുണ്ടാവണം. എയർ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ ഡ്രം ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ, അല്ലെങ്കിൽ ഡ്രം ടൈപ്പ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അവിടെ നമുക്കറിയാം എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു ഫിൽറ്റർ, ഒരു കംപ്രസർ, ഒരു അൺലോഡർ വാൽവ്, അതുപോലെ ബ്രേക്ക് വാൽവ്, റിസർവോയർ, ചേമ്പേഴ്സ്, സ്ലാക്ക് അഡ്ജസ്റ്റർ, പുഷ് റോഡ്, എസ് ക്യാം എന്നിങ്ങനെ പല ഭാഗങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എസ് ക്യാം എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ആ എസ് ക്യാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഉപയോഗിച്ച് പാസ്കൽ ലോയുടെ ആ ഒരു അടിസ്ഥാനത്തിൽ, ആ ഒരു തത്വത്തിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ബ്രേക്ക് സിസ്റ്റമാണ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം. അവിടെ മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ എന്നിങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അതിൽ ആ വീൽ സിലിണ്ടർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കാം. അതുപോലെ മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ക്യാമും അതുപോലെ തന്നെ ആ ക്യാമും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്കേജസും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിപ്പിക്കാം. അപ്പോൾ പല ബ്രേക്ക് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന കേസിലും നമുക്ക് ഈ ഡ്രം ബ്രേക്ക് സിസ്റ്റം അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. ചില വാഹനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലും റിയർ പോർഷനിലും ഡ്രം ബ്രേക്ക് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില വാഹനങ്ങളിൽ ഫ്രണ്ടിൽ മറ്റേതെങ്കിലും ബ്രേക്ക് സിസ്റ്റം ആയിരിക്കും, റിയറിലായിരിക്കും നമ്മൾ ഡ്രം ബ്രേക്ക് സിസ്റ്റം കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഡ്രം ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ കോൺട്രാക്റ്റിംഗ് ഡ്രം ബ്രേക്ക് സിസ്റ്റവും മറ്റൊന്ന് ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ഡ്രം ബ്രേക്ക് സിസ്റ്റം. ഇവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ്. എക്സ്റ്റേണൽ കോൺട്രാക്റ്റിംഗ് ഡ്രം ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പാർക്കിംഗ് ബ്രേക്കുമൊക്കെയായി ബന്ധപ്പെട്ട്, ഒരു എമർജൻസി ബ്രേക്കുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റമാണ്. എന്നാൽ ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി ബ്രേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സർവീസ് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് എവിടെയാണ് ഇത് ഓക്യുപ്പൈ ചെയ്യുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ഈ ബോർഡിൽ കാണുന്ന ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഏതൊക്കെയാണത്? ഒന്ന് ബ്രേക്ക് ഡ്രം, പുറമേ വരുന്ന ഭാഗം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരുന്ന ഭാഗമാണ് ബ്രേക്ക് ഡ്രം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ബ്രേക്ക് ഷൂ. രണ്ട് ബ്രേക്ക് ഷൂകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ബ്രേക്ക് ഷൂവിന് മുകളിലായിട്ട് ബ്രേക്ക് ലൈനിങ്, ഒന്നാമത്തെ ലൈനിങ്ങും രണ്ടാമത്തെ ലൈനിങ്ങും, ഓരോ ബ്രേക്ക് ഷൂവിന് മുകളിലായിട്ട് ലൈനിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, താഴെ നമ്മളിവിടെ ബ്രേക്ക് ഷൂകളെ ആങ്കർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആങ്കറുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു അഡ്ജസ്റ്റർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട
ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഷൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഷൂവിൻ്റെ മുകൾ ഭാഗത്തിന് നമ്മൾ ടോ ഓഫ് ഷൂ എന്നും ഈ ഷൂവിൻ്റെ താഴ്ഭാഗത്തിന് നമ്മൾ ഹീൽ ഓഫ് ഷൂ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഡ്രം എന്ന് പറയുന്ന ഭാഗം, ഈ ഡ്രം എന്ന് പറയുന്ന ഭാഗം എന്താണ് മെറ്റീരിയൽ? കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡ്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും, ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ ലഭിക്കുന്ന രീതിയിലുള്ള സ്മൂത്ത്നെസ് അവിടെ ഉണ്ടായിരിക്കും. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും. എവിടെയാണ് ഡ്രം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്? ഡ്രം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ആക്സിൽ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ആണ് നമ്മൾ ഡ്രം ഫിറ്റ് ചെയ്യുന്നത്. ഒരു ഹബ്ബിൽ അല്ലേ, ആക്സിൽ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഹബ്ബ് വരും, അവിടെയാണ് നമ്മൾ ഡ്രം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് വരുന്നത്? ഈ സിസ്റ്റം മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഡ്രമ്മിൻ്റെ കറക്കത്തിനെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആക്സിൽ ഷാഫ്റ്റിൻ്റെ കറക്കം നിർത്താനും അല്ലെങ്കിൽ ആക്സിൽ ഷാഫ്റ്റ് വഴി വരുന്ന കറക്കം നിർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുവഴി വീലിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം, അതായത് ഡ്രം നമ്മൾ പറഞ്ഞു ആക്സിൽ ഷാഫ്റ്റിൻ്റെ എൻഡിലാണ് വരുന്നത്. അപ്പോൾ ബാക്കി സിസ്റ്റം എവിടെയാണ് വരുന്നത്? അതൊരു ബാക്ക് പ്ലേറ്റിന് മുകളിലാണ് വരുന്നത്. ഇപ്പോൾ എന്താണ് ബാക്ക് പ്ലേറ്റ്? ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച, അതിൻ്റെ മെറ്റീരിയലാണ് പ്രസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പ്ലേറ്റാണ് ബാക്ക് പ്ലേറ്റ്. അപ്പോൾ ഈ ബാക്ക് പ്ലേറ്റ് നമ്മൾ മറ്റൊരു പേരിലൂടെ നമ്മൾ പറയാറുണ്ട്, ടോർക്ക് പ്ലേറ്റ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് ടോർക്ക് പ്ലേറ്റ് എന്ന് പറയാൻ കാരണം? അതായത് ടോർക്ക് റിയാക്ഷൻ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബാക്ക് പ്ലേറ്റുകൾക്കുണ്ട്. അതായത് ഈ ഒരു ബ്രേക്ക് ഷൂവിൽ വരുന്ന ടോർക്ക് റിയാക്ഷൻ ഉൾക്കൊള്ളാൻ ബാക്ക് പ്ലേറ്റുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പ്ലേറ്റുകളെ ടോർക്ക് പ്ലേറ്റ് എന്നുകൂടെ പറയും. അപ്പോൾ ഈ ടോർക്ക് പ്ലേറ്റ് എവിടെയാണ് വരുന്നത്? ഈ ടോർക്ക് പ്ലേറ്റ് വരുന്നത് ആക്സിൽ കേസിങ്ങിന് മുകളിലായിട്ടാണ്. ആക്സിൽ കേസിങ്ങിന് മുകളിലായിട്ടാണ് ടോർക്ക് പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി വരുന്നത് ഈ ഒരു എന്താണ് ബ്രേക്ക് ഷൂ. ഈ ബ്രേക്ക് ഷൂ എന്ന് പറയുന്ന ഭാഗം, ഒരു ടി ഷേപ്പിലായിരിക്കും ബ്രേക്ക് ഷൂ വരുന്നത്. ഈ ബ്രേക്ക് ഷൂവിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്? ബ്രേക്ക് ലൈനിങ് വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബ്രേക്ക് ലൈനിങ് ആസ്പെറ്റോസ് മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇന്നും ആസ്പെറ്റോസ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ആസ്പെറ്റോസ് മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ആസ്പെറ്റോസ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സമയത്ത് ഡസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ആസ്പെറ്റോസ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനൊക്കെ നമുക്ക് ലഭിക്കാൻ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ എവിടെയാണ് ആ ഒരു ലൈനിങ് വരുന്നത്? ബ്രേക്ക് ലൈനിങ് വരുന്നത് എവിടെയാണ്? ബ്രേക്ക് ലൈനിങ് നമ്മൾ ഈ ഷൂവിന് മുകളിലായിട്ട് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിവെറ്റ് ചെയ്യും. രണ്ട് പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഷൂവിന് മുകളിലായിട്ടാണ് ലൈനിങ് വരുന്നത്. ലൈനിങ്ങിന് തേയ്മാനങ്ങൾ വരാം, അതുവഴി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അത് റീപ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി വരുന്നത് എന്താണ്? ഒരു അഡ്ജസ്റ്റർ അല്ലേ? ഇവിടെ ആങ്കർ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആങ്കർ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ബാക്ക് പ്ലേറ്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഷൂവിൻ്റെ ആ ഒരു പോർഷൻ ആങ്കർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റർ കൂടി വരുന്നത്. എന്താണ് ഈ അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഫ്രിക്ഷൻ ഉപയോഗിച്ച് ഒരു ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുമ്പോൾ ഫ്രിക്ഷൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും, മെറ്റീരിയൽ ലോസ് ഉണ്ടായിരിക്കും അല്ലേ? എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ലോസ് എന്തിനാണ് സംഭവിക്കുന്നത്? ഈ ലൈനിങ്ങിൻ്റെ ഔട്ടർ സർഫസിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ലൈനിങ്ങും ഡ്രമ്മുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത് കൂടും. അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നത് കുറയ്ക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അത് മാനുവലി മെക്കാനിക്കലായിട്ടും നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം, ഒരു അഡ്ജസ്റ്റർ ഇവിടെ ഉണ്ടായിരിക്കും. അമിതമായിട്ടുള്ള തേയ്മാനം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലൈനർ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരളവ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ അഡ്ജസ്റ്റർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബ്രേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും മറ്റൊരു ഭാഗമാണ് റിട്രാക്ടർ സ്പ്രിങ് അല്ലേ? റിട്രാക്റ്റിംഗ് സ്പ്രിങ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ റിട്രാക്റ്റിംഗ് സ്പ്രിങ് എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഈ രണ്ട് ബ്രേക്ക് ഷൂകളെ തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? പിടിച്ച് നിർത്തിയിട്ടുണ്ട്.
അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് വർക്കിംഗ് പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എഫ് എന്ന രീതിയിൽ ആണ് ഫോഴ്സ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അവിടെ എന്തൊക്കെയാവാം, അവിടെ ഞാൻ പറഞ്ഞു, എയർ ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഒരു എസ് ക്യാം ആയിരിക്കും, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഒരു വീൽ സിലിണ്ടർ ആയിരിക്കും, മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഒരു ക്യാം ആയിരിക്കും, അല്ലേ, ഒരു സാധാ ക്യാം ആയിരിക്കും. അപ്പോൾ അവിടെ എന്തുവാ, അപ്പോൾ അവിടെ നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം, വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ ഡ്രൈവർ ആ ഒരു ബ്രേക്ക് പ്രവർത്തിപ്പിക്കുന്ന, അതായത് ബ്രേക്ക് പ്രസ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലേ. അപ്പോൾ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുന്ന, ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതും ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോർമൽ കേസിൽ എന്തായിരിക്കും, ഈ ഒരു സ്പ്രിങ്ങുകൾ ഉള്ളിലേക്ക് ഇതിനെ കോൺട്രാക്ട് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനറും അതുപോലെ തന്നെ ഈ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസും തമ്മിൽ എന്തുണ്ടായിരിക്കും, ചെറിയൊരു ക്ലിയറൻസ് ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിത്രത്തിൽ നമ്മളിതിങ്ങനെ ടച്ച് ചെയ്ത രീതിയിലാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കുക എന്താണ്, ഈ ലൈനറും അതുപോലെ തന്നെ ഈ ഡ്രമ്മും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോർമൽ കണ്ടീഷനിൽ അങ്ങനെയായിരിക്കും. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ ബ്രേക്ക് ആക്ട് ആയിട്ടില്ല, ബ്രേക്ക് പ്രവർത്തിക്കുന്നില്ല. നമ്മളിനി എന്താ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമായ രീതിയിൽ ബ്രേക്ക് എന്ത് ചെയ്യാണ്, പ്രവർത്തിപ്പിക്കുകയാണ്. അതായത് ഡ്രൈവർ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യാണ്. ഡ്രൈവർ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വീൽ സിലിണ്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഈ വീൽ സിലിണ്ടറിൽ എന്തുണ്ടായിരിക്കും, 2 പിസ്റ്റൺസ് ഉണ്ടായിരിക്കും. ആ 2 പിസ്റ്റൺസും എന്താവും, പുറത്തേക്ക് നീങ്ങും. ഹൈഡ്രോളിക് പ്രഷർ കാരണം 2 പിസ്റ്റൺസ് പുറത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ ഈ 2 ഷൂകളെയും അതെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. 2 ഷൂകളെ എക്സ്പാൻഡ് ചെയ്യും. ഇനി അവിടെ വീൽ സിലിണ്ടർ അല്ല, ഒരു എയർ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു എസ് ക്യാം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു എസ് ഷേപ്പിൽ ഇവിടെ ഒരു ക്യാമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്യാം എന്താ ചെയ്യുക, ക്യാം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാമിൻ്റെ 2 ഭാഗങ്ങൾ, ക്യാമിൻ്റെ 2 ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഈ 2 ഷൂകളെയും എക്സ്പാൻഡ് ചെയ്യും. എന്തിനെതിരായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഈ റിട്രാക്ടർ സ്പ്രിങ്ങിൻ്റെ ടെൻഷന് എതിരായിട്ടാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ ഷൂകൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും, ഈ ഷൂവിന് മുകളിൽ ഒരു ലൈനർ വരുന്നുണ്ട്, ഈ ഷൂവിന് മുകളിലും ഒരു ലൈനർ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഈ ബ്രേക്ക് ഷൂകളുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ബ്രേക്ക് ലൈനിങ്ങുകൾ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ പോയി ഒരയുന്നതിന് കാരണമാകും. അപ്പോൾ ഈ ഡ്രമ്മ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രമ്മ് എന്തുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആക്സിലിൻ്റെ എൻഡിൽ ഹബിലാണ് നമ്മൾ ഡ്രമ്മ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആക്സിൽ വഴി വരുന്ന കറക്കം ഡ്രമ്മിലേക്ക് എത്തി ഡ്രമ്മ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡ്രമ്മിന് മുകളിലാണ് നമ്മളുടെ വീലും അതുപോലെ തന്നെ ടയറും എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രമ്മിൻ്റെ കറക്കത്തിനെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പ്ലേറ്റിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ബ്രേക്ക് ഷൂവും മറ്റ് ഘടകങ്ങളും എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു, ഡ്രമ്മിൻ്റെ കറക്കത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ബ്രേക്ക് ഷൂകൾ വഴി എന്താവുന്നു, ഈ ബ്രേക്ക് ലൈനർ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ പോയി ഒരയുന്നതിന് കാരണമാണ്. നമുക്കറിയാം, ഫ്രിക്ഷനാണ് അവിടെ ഉണ്ടാവുക. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ ഉപരിതലത്തിലൂടെ തെന്നി നീങ്ങുമ്പോൾ അതിനെതിരായി ഉണ്ടാവുന്ന ഒരു ബലത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഫ്രിക്ഷനാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും. അതുപോലെ തന്നെ എന്താവും, ഈ ഡ്രമ്മിൻ്റെ കൈനറ്റിക് എനർജിയെ അതെന്ത് ചെയ്യും, നിർത്തും. അത് കൈനറ്റിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡ്രമ്മിൻ്റെ കറക്കത്തിന് ആ ഫ്രിക്ഷണൽ മെറ്റീരിയൽ, ആ ലൈനർ എന്ത് ചെയ്യും, പിടിച്ചു നിർത്തുന്നതിന് കാരണമാകും. അങ്ങനെ ഡ്രമ്മിൻ്റെ കറക്കം സ്റ്റോപ്പ് ആവുകയും വാഹനം നിൽക്കുകയും ചെയ്യും. ഇനി ഉണ്ടാവുന്നത് എന്താണ്, നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള ആ ഫോഴ്സ് എന്താവുന്നു, റിലീസാവുന്നു. അതിനി വീൽ സിലിണ്ടർ ആണെങ്കിൽ അവിടെ വന്നിട്ട് ആ പ്രഷറാണ് എന്താവുന്നത്, ഇല്ലാതെയാവുന്നത്. അതുപോലെ എസ് ക്യാം ആണെന്നുണ്ടെങ്കിലോ അത് റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അതെന്താവുന്നു, പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിയുന്നു.
പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിയും. പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിയുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, ഇവിടെ കൊടുത്ത ആ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താവും, കോൺട്രാക്ഷൻ ആയി മാറും. എങ്ങനെയാണ് കോൺട്രാക്ഷൻ ആവുന്നത്? നമുക്കറിയാം, ഇവിടെ ഒരു റിട്രാക്ടർ സ്പ്രിങ് ഉണ്ട്. ഈ റിട്രാക്ടർ സ്പ്രിങ് രണ്ട് ഷൂവിനെയും ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് നിർത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ എൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ഫോഴ്സ് പോകുമ്പോൾ റിട്രാക്റ്റിംഗ് സ്പ്രിങ് രണ്ട് ഷൂകളെയും ഉള്ളിലേക്ക് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ലൈനറുകൾ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ ഉറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് ഉള്ളിലേക്ക് വരികയും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിലൂടെ എന്താ സംഭവിക്കുക, ഡ്രമ്മിൻ്റെ കറക്കം വീണ്ടും തുടങ്ങും അല്ലേ. അതായത് നമ്മൾ നേരത്തെ എന്തായി, ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ലൈനറും അതുപോലെ തന്നെ ഷൂവും അടങ്ങുന്ന അസംബ്ലി പോയിട്ട് ഡ്രമ്മിനെ പിടിച്ചു നിർത്തി നമ്മൾ അവിടുന്ന് ആ ഫോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് അവിടുന്ന് ആ ഫോഴ്സ് റിലീസാവുന്ന സമയത്ത് എന്താ ഉണ്ടായത്, ഇത് റിട്രാക്റ്റിംഗ് സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ലൈനിങ്ങും ഡ്രമ്മും തമ്മിൽ ഒരു ക്ലിയറൻസ് ഉണ്ടായി. അതുവഴി ഡ്രമ്മ് ഫ്രീ ആയി, വാഹനം വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമുക്ക് ഒരു റിട്രാക്ടർ സ്പ്രിങ്ങേ കാണുന്നുള്ളൂ, ഒരെണ്ണമല്ല, ഒന്നിൽ കൂടുതൽ റിട്രാക്റ്റിംഗ് സ്പ്രിങ്ങുകൾ വരുന്ന ഡ്രം ബ്രേക്ക് സിസ്റ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.